ഇരുട്ട് നിറഞ്ഞ ക്ലാസ് മുറിയുടെ ഉള്ളിൽ ശ്വാസമെടുക്കാൻ പോലും ഭയന്നുകൊണ്ട് നിന്നുപോയവൾ താൻ ചെന്ന് അകപ്പെട്ടിരിക്കുന്ന കെണി, അതിന്റെ ആഴവും വ്യാപ്തിയും ഒരുപോലെ അവളെ ഭയപ്പെടുത്തി. ചാർജ് തീർന്ന് ഓഫായ ഫോൺ ഒരു കയ്യിൽ ഞെരിഞ്ഞമർന്നു. അപ്പയെ പോലും ഒന്ന് വിളിച്ചറിയിക്കാനാവുന്നില്ല. എന്ത് ചെയ്യണമെന്നോ ആ അവസ്ഥ എങ്ങനെ മറികടക്കണമെന്നോ അറിയാതെ ഉഴറി നിന്നവൾ അടുത്ത നിമിഷം ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് അടുത്തു വരുന്ന ബൂട്ടിന്റെ ശബ്ദം, ഒപ്പം വായുവിൽ കലരുന്ന പെർഫ്യൂമിന്റെ സുഗന്ധം. ഒന്നലറി വിളിക്കാൻ പോലും ശബ്ദമുയരാതെ ഭിത്തിയോട് ചേർന്ന് നിന്നുകൊണ്ടവൾ മിഴികൾ ഇറുകെ അടച്ച് അടുത്തു വരുന്ന അവന്റെ നിശ്വാസ ചൂട്. എന്നെ ഒന്ന് ചെയ്യില്ലേ വിതുമ്പിക്കൊണ്ട് പറയുന്നവളെ കാണെ അവളിലേക്ക് അടുത്തു വന്നവന്റെ പൂച്ച കണ്ണുകളൊന്ന് തിളങ്ങി. കണ്ണുനീരിൽ കുതിർന്ന ചുവന്ന മുഖം, ഇമകൾ ചിമ്മാതാ മുഖത്തേക്ക് ഉറ്റു നോക്കിയവൻ. തീക്ഷ്ണത നിറഞ്ഞ മിഴികൾ അവളുടെ മുഖത്തെ ഓരോ കോണിലും ചെന്ന് പതിച്ചു. ഒരു നോട്ടം കൊണ്ട് തന്നെ മോഹിപ്പിച്ചവൾ. എല്ലാവരും ആരാധനയോടെയും അത്ഭുതത്തോടെയും മാത്രം നോക്കുന്ന തന്നെ ആദ്യമായി വികാരങ്ങൾ ഏതുമില്ലാതെ നോക്കിയ ഹേസൽ നിറമാർന്ന മിഴികൾ. മോഹത്തോടെയും കൊതിയോടെയും താൻ ഒരു രാത്രിക്ക് മാത്രമായി ആദ്യമായി അങ്ങോട്ട് ചെന്ന് ക്ഷണിച്ചവൾ, അതിന് ഭയത്തോടെ നിരസിച്ചവൾ, ആരെയും മയക്കുന്ന സൗന്ദര്യമുള്ളവൾ. ആ മുഖത്തേക്ക് നോക്കുന്തോറും ആദ്യമായി അറിയുന്ന ഒരു പിടച്ചിൽ. ഇന്നോളം കണ്ടിട്ടുള്ള അറിഞ്ഞിട്ടുള്ള സ്ത്രീകളിലൊന്നും മുടക്കാത്ത അവന്റെ മനസ്സ് ഇവൾക്ക് മുമ്പിൽ നിശ്ചലമാവുന്നത് പോലെ വിതുമ്പിക്കൊണ്ട് അപേക്ഷിക്കുന്നവൾ. അത്രയും നേർമയിലുള്ള അവളുടെ ശബ്ദം, ഇമകൾ ചിമ്മാതെ ഉറ്റു നോക്കിയവൻ. ഈ ഒരു രാത്രി മാത്രം എനിക്ക് നിന്നെ വേണമെന്നായിരുന്നു മീര. പക്ഷെ ഇപ്പോ ഐ നീഡ് യു ബേബ് ഇൻ മൈ ഹോൾ നൈറ്റ്സ്. കാതോരം പതിക്കുന്ന വശ്യമായ നിശ്വാസ ചൂടിൽ ഒരുകി ഒലിക്കുന്ന പോലെ എവിടെയും പ്രതികരിക്കാനാവാത്ത തന്റെ അവസ്ഥയെ സ്വയം പഴിച്ചുകൊണ്ട് അവൾ നിന്നുപോയി. ഏതോ മാത്രയിൽ മുഖം കുനിച്ച് തന്റെ ചുണ്ടുകൾ നുകരാനായി അവൻ ഒരുങ്ങിയ നിമിഷം ശക്തിയിൽ മീരെ അവനെ തള്ളിമാറ്റി വാതിലിനരികിലേക്ക് പാഞ്ഞു. അവന്റെ ചുണ്ടിൽ വന്യമായ വശ്യമായ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഇന്നും ആ സുന്ദര സ്വപ്നമോർക്കെ കണ്ണുകൾ വലിച്ച് തുറന്നവൻ, ദി ഗ്രേറ്റ് സ്റ്റൈലിഷ് ആക്ടർ അദ്രിക് ആദം ജോൺ. ഒരു ഡേറ്റിനായി ബോളിവുഡ് സുന്ദരികൾ പോലും പുറകെ നടക്കുന്നവൻ. ചുരുങ്ങിയ കാലയളവിൽ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ തന്റെ അഭിനയ പാടവം കൊണ്ട് കാലുറപ്പിച്ചവൻ. ഇന്ത്യയൊട്ടാകെ ആരാധകനുള്ള പ്രിൻസ്. സർ, ഷോട്ട് റെഡിയാണോ? അസിസ്റ്റന്റിന്റെ ശബ്ദം കേൾക്കെ ക്യാരവാനിലെ ചെയറിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് അവൻ പുറത്തേക്ക് നടന്നു. ദൃഢമായ ശരീരത്തിൽ എടുത്തു കാണിക്കുന്ന ഉറച്ച പേശികൾ, ഷർട്ട്ലെസ് ആയതുകൊണ്ട് തന്നെ ചെസ്റ്റിലും ഷോർട്ടിലുമായി പടർന്നു കിടക്കുന്ന വിങ്സ് ടാറ്റു, ആരെയും ആകർഷിക്കുന്ന രൂപമുള്ള ഒരുവൻ. കണ്ണാടിയിൽ കാണുന്ന തന്റെ മുഖത്തേക്കായി കൈക്കുമ്പിളിൽ കോരിയെടുത്ത് ശക്തമായി തളിച്ചവൾ. ഇന്നും തന്നെ ഭയപ്പെടുത്തുന്ന ദുസ്വപ്നം, ഓർക്കാൻ പോലും ആഗ്രഹമില്ലാതെ കടന്നുപോയ ജീവിതത്തിൽ ഒരാഴ്ചക്കാലം. മിഴികൾ ഇറുകെ അടച്ചുകൊണ്ടവൾ ഭിത്തിയിലേക്ക് ചാഞ്ഞു. ഒരു വേള തന്റെ രൂപത്തിനോട് പോലും വെറുപ്പ് തോന്നിയവൾക്ക്. സ്വന്തം സഹോദരൻ പോലും മോഹിച്ചു വന്ന ശരീരം. അതുപോലെ ആ രാക്ഷസിന് അതാണ് വേണ്ടത്. എല്ലാവരുടെയും ഹീറോ, തന്റെ ജീവിതത്തിലെ വില്ലനായതോർക്കെ വല്ലാത്ത ഭയം തോന്നിയവൾക്ക്. ആ ഓർമ്മകൾ പോലും തന്നെ കൊല്ലാതെ കൊല്ലുന്നത് പോലെ ചിന്തകൾക്കൊടുവിലായി മറ്റൊരു മുഖം ഉള്ളിൽ തെളിഞ്ഞതും വിതുമ്പി നിന്ന അധരങ്ങൾ അറിയാതെ വിടർന്നുപോയി. കാതിലായി മുഴങ്ങി കേൾക്കുന്ന അവന്റെ അപ്പു എന്നുള്ള വിളി. ആദ്യമായി കാണുന്ന ഒരാളോട് അന്ന് എന്തിനായിരുന്നു തന്റെ അപ്പ മാത്രം വിളിച്ചിരുന്ന ആ പേര് പറഞ്ഞു കൊടുത്തത് അറിയില്ല. ഒരുപക്ഷെ അതേ കരുതലോടെ തന്നെ ചേർത്ത് പിടിച്ചവനായതുകൊണ്ടാവാം. ആദിയുടെ മുഖം ഓർക്കുന്തോറും വീണ്ടും അവളിൽ സങ്കടം അധികരിച്ചു വന്നു. ആ സ്നേഹം അനുഭവിക്കാനുള്ള ഭാഗ്യം അപ്പുവിനില്ലാതെ പോയില്ലേ? അറിയാതെ മൊഴിഞ്ഞു പോയവൾ അല്പനേരം കൂടി അതേ നിൽപ്പ് തുടർന്നു. വീണ്ടും ഒരിക്കൽ കൂടി മുഖത്തേക്ക് വെള്ളമൊഴിച്ച് വാഷ്റൂമിനുള്ളിൽ നിന്നും പുറത്തേക്ക് വന്നു. റൂമിന്റെ ഡോർ ലോക്ക് ചെയ്ത് പിടിലായി കിടക്കുന്നവനെ കാണെ മീരയുടെ കണ്ണ് വിഴിഞ്ഞു. താൻ കിടക്കുന്ന തലയിണയിൽ മുഖം അമർത്തി വെച്ച് കമിഴ്ന്നു കിടന്ന് തന്നെ നോക്കുന്നവൻ. ആ നോട്ടത്തിൽ ശരീരമൊന്നാകെ ഒരു വിറയിൽ പാഞ്ഞു പോയത് അവൾ അറിഞ്ഞു. എന്തോ അവൻ അഭിമുഖീകരിക്കാനാവുന്നില്ല. ആ മനസ്സിലെ ചോദ്യങ്ങൾക്കൊന്നും തന്റെ പക്കൽ ഉത്തരമില്ല. നേരമേറെ കടന്നുപോയിട്ടും ഒരു വാക്ക് പോലും സംസാരിക്കാതെ അതേ കിടത്തം തുടർന്നവൻ. അവളും അതേ നിൽപ്പിലാണ്, ഒരടി പോലും ചലിക്കാതെയുള്ള നിൽപ്പ്. കുറച്ചു നേരം കൂടി അവളെയും നോക്കി അതേ കിടപ്പ് തുടർന്നു ആദി. ചുവന്നു പോയ മുഖവും കണ്ണുകളും കാണെ പെണ്ണ് കരയുകയായിരുന്നു എന്നവൻ ഉറപ്പായിരുന്നു. എന്തൊക്കെയോ സങ്കടങ്ങൾ അവൾ അലട്ടുന്നുണ്ടെന്ന് അവൻ ഉറപ്പാണ്. പക്ഷേ ഈ ഒതുങ്ങിയ പ്രകൃതവും ഒന്ന് കൂർപ്പിച്ച് നോക്കിയാൽ പോലും കണ്ണു നിറക്കുന്ന സ്വഭാവം വെച്ച് അവളുടെ ഉള്ളിലുള്ളൊന്ന് ആരോടും പറയാൻ പോകുന്നില്ലെന്ന് ആദ്യം ഓർത്തു. ശരിക്കും ഈ പാവം പിടിച്ച സ്വഭാവമാണ് തന്നെയും ആകർഷിച്ചത്. സങ്കടം വരുമ്പോൾ വിതുമ്പുന്ന ചുണ്ടുകളോട് പോലും തന്നിൽ പ്രണയമാണ് തോന്നിപ്പിച്ചത്. ആദ്യം ഒരു ചിരിയോടെ ഓർത്തു. ഇനിയും താനൊന്നും പറഞ്ഞില്ലെങ്കിൽ അവൾ ഇതേ നിൽപ്പ് തുടരുമെന്ന് ഉറപ്പായതും ആദ്യ ബെഡിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. അരികിലേക്ക് അവൻ നടന്നു വരുന്നത് അറിഞ്ഞതും മുഖമൊന്ന് ഉയർത്തി നോക്കുക പോലും ചെയ്യാതെ അതേ നിൽപ്പ് തുടർന്നവൾ. അവഗണിക്കാൻ ശ്രമിക്കുകയായിരുന്നവൾ. അങ്ങനെയെങ്കിൽ അവൻ അകന്നു പോയിക്കോട്ടെ എന്ന് കരുതി. തന്നെയൊന്ന് നോക്കുക പോലും ചെയ്യാതെ നിൽക്കുന്നവളെ കാണെ ആധികം കലി വരുന്നുണ്ടായിരുന്നു.
എങ്കിലും സ്വയം നിയന്ത്രിച്ച് നിന്നതേയുള്ളൂ. ഈ ഒരുവളോട് ദേഷ്യം പോലും കാണിക്കാൻ തനിക്കാവുന്നില്ലെന്ന് അവനൊരു കൗതുകത്തോടെ ഓർത്തു. അവനരികിൽ നിൽക്കുമ്പോൾ ഉയർന്നുപോയ തന്റെ മിടിപ്പിനെ വരുതിയിൽ നിർത്താൻ പോലും ആവാത്ത അവസ്ഥയിലായിരുന്നു മീര. ഒരു വേള മിടിച്ച് അതിപ്പോൾ പൊട്ടിത്തെറിക്കുമെന്ന് തോന്നിയവൾക്ക് ഹൃദയം അതിന്റെ ഇണയെ തിരിച്ചറിഞ്ഞതുപോലെ പിടക്കുമ്പോഴും താൻ കാരണം അവനൊരാപത്തും വരുതെന്ന് ബുദ്ധി വിലക്കിക്കൊണ്ടിരുന്നു. ആദിയുടെ മിഴികൾ ആ കുഞ്ഞു മുഖമാകെ അലഞ്ഞു. നിറയെ പീലിയുള്ള മിഴികളും നാസികത്തുമ്പിലെ കുഞ്ഞു നക്ഷത്രവും ചുവന്ന് തുടുത്ത അധരങ്ങളുമെല്ലാം അവൻ അത്രമേൽ പ്രണയത്തോടെ നോക്കി നിന്നു. ചുണ്ടോളം വന്നെത്തിയ പുൻസിരി അടക്കി നിർത്തിയവൻ അടുത്ത നിമിഷം അവളെപ്പോലും ഞെട്ടിച്ചുകൊണ്ട് ആദിയുടെ കൈകൾ അവളുടെ കഴുത്തിലേക്ക് നീണ്ടു. ശംഖ് പോലുള്ള കഴുത്തിലായി ചേർന്ന് കിടക്കുന്ന നേർത്ത മണികളുള്ള ചെയിൻ കയ്യിലായി മുറുകെ പിടിച്ചതും പകച്ചുകൊണ്ടവൾ മുഖമുയർത്തി അവനെ നോക്കി. ആദിയുടെ മിഴികളിൽ വല്ലാത്തൊരു തീക്ഷ്ണത നിറഞ്ഞു. ഒന്ന് വിതുമ്പിപ്പോയവൾ. പൊട്ടിക്കെട്ടിടി ഞാനിത്. ഗുഹയിൽ നിന്ന് കേൾക്കുന്ന പോലെ അവന്റെ ശബ്ദം ഒരു ഞെട്ടലോട് അവനെ നോക്കി നിന്നവൾ. ചുവന്ന് കയറി അവന്റെ മിഴികൾ ദേഷ്യത്തിന്റെ ഫലമെന്നതുപോലെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകിയിരിക്കുന്നു. ആ മുഖത്ത് നോക്കി ഒരു വാക്ക് പോലും പറയാനാവാതെ അതേ നിൽപ്പ് തുടർന്നവൾ. ആദിയുടെ കൈകൾ ദേഷ്യത്തോടെയും അതിനുമപ്പുറം സങ്കടത്തോടെയും ചെയിനിൽ പിടിച്ചു വലിച്ചതും. അയ്യോ ചെയ്യലേ ആദ്യേട്ട. നന്നേ നേർത്തു പോയവളുടെ ശബ്ദം. അവന്റെ കയ്യിൽ അത്രമേൽ ശക്തിയിൽ ആ കുഞ്ഞു കൈകൾ തടസ്സം പിടിച്ചു. ആദിയുടെ മിഴികൾ അപ്പോഴും തീക്ഷ്ണതയോടെ അവളുടെ മുഖത്ത് തിങ്ങി നിന്നതേയുള്ളൂ. പ്രാണൻ പോകുന്ന വേദനയിൽ നിൽക്കുന്നവൾ. ആ താലി അവൾക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതാണെന്ന് ആദിക്ക് ബോധ്യമായ നിമിഷം തന്നിലും വലുതാണോ അതെന്നൊരു കുശുമ്പാണ് അവനിൽ നിറഞ്ഞത്. അപ്പു, ആദി വിളിച്ചിട്ടും അവനുമായി തുടർന്നതേയുള്ള മീര. എന്തിനെന്നറിയാതെ മൂടുന്ന സങ്കടം അവനില്ലാതെ വയ്യെന്ന് ഹൃദയം അലമുറ കൂട്ടുന്നത് പോലെ. എന്തിനാണ് എന്നോട് ഇങ്ങനെ? ഈ 2 വർഷം ഞാൻ എവിടേക്ക് നിന്നെ തെരഞ്ഞു അറിയോ? നിനക്ക് ഭ്രാന്ത് പിടിച്ച പോലെ ഒരു രാത്രി കൊണ്ട് അത്രയും നിന്നെ ഞാൻ. ആദിയുടെ കണ്ണുകലങ്ങി. വാക്കുകൾ പോലും പൂർത്തിയാക്കാനാവാതെ നിന്നു. മീരയുടെ മിഴികൾ ഒരു കൗതുകത്തോടെ അവനെ ഉറ്റുനോക്കി. അവൾക്ക് ഇത് ആദ്യമായിട്ടുള്ള അനുഭവമാണ്. കണ്ണുകൾ കൊണ്ട് കൊത്തിവലിക്കുന്ന നോട്ടങ്ങൾക്കിടയിൽ ആദ്യമായിട്ടാണ് ഇതുപോലൊരാൾ. അത്ര നേരം വിതുമ്പി നിന്ന ചുണ്ടുകളൊന്ന് വിടർന്നുപോയി. കണ്ണുകൾ പോലും പുഞ്ചിരിക്കുന്ന പോലെ. എന്നെ സങ്കടപ്പെടുത്തിയിട്ട് നീ ചിരിക്കുന്നോ? ഇടുപ്പിലൂടെ ചുറ്റി വരിഞ്ഞുകൊണ്ട് അവളെ നെഞ്ചിലേക്ക് ചേർത്തു. അറിയാതെ ആ കൈകളും അവനെ പൊതിഞ്ഞ് പിടിച്ചു. പെണ്ണിന്റെ ആ പ്രവൃത്തികൾ ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും പ്രകടമാക്കാതെ നിന്നു. അവൾക്കുള്ളിൽ താനുണ്ടെന്നറിയുന്ന നിമിഷമായിരുന്നത്. ഒരു നോട്ടം കൊണ്ടുപോലും അതിനെ ഇല്ലാതെയാക്കാനായില്ലവന്. ഉള്ളിൽ ഒരുപാട് ചോദ്യങ്ങൾ കുമിഞ്ഞു കൂടുമ്പോഴും അവൾ ഇറുകെ പുണർന്ന് നിന്നതേയുള്ളൂ ആദി.